ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ പോപ്പോം വണ്ടി എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ്. നോക്കിയേ, കുട്ടിയും കുതിരവണ്ടിയും. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ടപ്പ് 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 ടപ്പ്. കുതിരവണ്ടി വരവായി. കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി. ആദ്യത്തെ ചിത്രം നോക്കിയേ, കുട്ടി നിൽക്കുന്നിടത്തുകൂടെ ഒരു കുതിരവണ്ടി വന്നു. ആ കുതിരവണ്ടി കണ്ടപ്പോൾ കുട്ടിക്ക് ആ കുതിരവണ്ടിയിൽ കയറാനുള്ള ആഗ്രഹം തോന്നി. അടുത്ത ചിത്രം നോക്കിയേ, കുട്ടി എവിടെ ഇരിക്കുകയാണ്? കുതിരവണ്ടിയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ കുതിരവണ്ടിക്കാരൻ ചോദിക്കുകയാണ്, ആരാ എൻ്റെ വണ്ടിയിൽ? എൻ്റെ വണ്ടിയിൽ ആരാണ്? ഇറങ്ങിപ്പോ, വേഗം പെട്ടെന്ന് ഇറങ്ങിപ്പോയ്ക്കോ. വണ്ടിക്കാരൻ ചാട്ട വീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതുങ്ങി ഇരുന്നു. വണ്ടിക്കാരൻ വിടുമോ? എൻ്റെ സ്വഭാവം മാറുമേ. വണ്ടിക്കാരൻ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. അയാൾ കുട്ടിയെ പിടിക്കാനായിട്ട് ചെന്നു. കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തുകൂടി മുന്നിലെത്തി. വണ്ടിയിൽ ചാടി കയറി ടപ്പ് 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 ടപ്പ്. കുട്ടി എന്താ മക്കളെ ചെയ്തത്? കുതിരവണ്ടിക്കാരൻ ഒരു സൈഡിൽ കൂടി കുട്ടിയെ പിടിക്കാൻ ചെന്നപ്പോൾ കുട്ടി മറുവശത്തുകൂടി പതുങ്ങി പതുങ്ങി ചെന്ന് വണ്ടിയിൽ കയറി. കുട്ടി കുതിരവണ്ടിയുമായി പോയി. കുട്ടി കുതിരവണ്ടിയുമായി പോയപ്പോൾ കുതിരവണ്ടിക്കാരൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അയ്യോ, എൻ്റെ വണ്ടി നിർത്ത് നിർത്ത്, പോവല്ലേ പോവല്ലേ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അടുത്ത ചിത്രം നോക്കിയേ, കുട്ടി കുതിരവണ്ടിയുമായി തിരിച്ചു വന്നു. വണ്ടിക്കാരന് ഭയങ്കര സന്തോഷവുമായി അല്ലേ. കുട്ടി തിരികെ എത്തി. വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു. കുട്ടി എന്തായിരിക്കും കുതിരവണ്ടിക്കാരനോട് പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടിക്ക് കുതിരവണ്ടി തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇതാ നിങ്ങളുടെ വണ്ടി. അപ്പോൾ വണ്ടിക്കാരൻ ചോദിക്കുകയാണ്, വണ്ടിക്കാരന് സന്തോഷമായില്ലേ വണ്ടി തിരിച്ചു കിട്ടിയപ്പോൾ? വണ്ടിക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോയത്? അപ്പോൾ കുതിര ഉടനെ പറഞ്ഞു, ഞങ്ങളൊരു സവാരിക്ക് പോയതാ. ടീച്ചർ ഒരു മാതൃക പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം പൂരിപ്പിച്ച് എഴുതുക. അടുത്ത് നോക്കിയേ, ഉപയോഗങ്ങൾ എന്തൊക്കെ? നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നു. ഏത് യന്ത്രമാണ് അതിന് ഉപയോഗിക്കുന്നത്? ട്രാക്ടർ. അടുത്ത കാണിച്ചിട്ടുള്ള ചിത്രം എന്തിൻ്റെതാണ്? ആംബുലൻസ്. ആംബുലൻസ് എന്തിനാണ് ഉപയോഗിക്കുക? അപകടത്തിൽപ്പെട്ടവരെയോ രോഗികളെയോ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ആംബുലൻസ് ഉപയോഗിക്കുന്നു. അടുത്ത വാഹനം ഏതാണ്? ഫയർ എഞ്ചിൻ. എന്തിനാണ് ഉപയോഗിക്കുക? അഗ്നിബാധ ഉണ്ടാകുമ്പോൾ തീ അണയ്ക്കുന്നതിനും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കിയേ, മേനി പറയാം എഴുതാം. ഒന്നാമത്തെ എന്താണ്? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ എന്താ പറയുക? എനിക്ക് ആകാശത്തുകൂടി പറക്കാൻ കഴിയും. അടിയന്തര സാഹചര്യങ്ങളിൽ എന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ധാരാളം കാഴ്ചകൾ കാണാം. അടുത്ത വാഹനം ഏതാണെന്ന് നോക്കിയേ, ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് 3 വീലുകളുണ്ട്. ഞാൻ സാധാരണക്കാരൻ്റെ വാഹനമാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും പ്രായമായവരും എന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയും പല പ്രത്യേകതകളും പറയാൻ കഴിയുന്ന വാഹനങ്ങളാണിവ. അവയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. അടുത്ത് നോക്കിയേ, ബസ് കളി. സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ? ഒരാൾ ഡ്രൈവറാകും, മറ്റൊരാൾ കണ്ടക്ടറും, ബാക്കിയുള്ളവർ യാത്രക്കാർ. ഇടയ്ക്ക് ആൾ കയറുകയും ഇറങ്ങുകയും വേണം. കയറുന്നവരിൽ ഒരു വൃദ്ധൻ, കൈക്കുഞ്ഞുമായ ഒരു അമ്മ, അന്ധനായ ഒരാൾ എന്നിവരും ഉണ്ട്. ബസ് കളിയാണ്. സംഘം ചേർന്നാണിത് കളിക്കേണ്ടത്. ബസ് ആയതുകൊണ്ട് തന്നെ അതിൽ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളവരെല്ലാം യാത്രക്കാരാണ്. ബസ്സിൽ യാത്രക്കാരിടയ്ക്ക് കയറുകയും ഇറങ്ങുകയും വേണം. കയറുന്നവരിൽ ഒരു വൃദ്ധൻ ഉണ്ടായിരിക്കണം, കൈക്കുഞ്ഞുമായിട്ടൊരു അമ്മയുണ്ടായിരിക്കണം, കണ്ണ് കാണാൻ പറ്റാത്ത ഒരു യാത്രക്കാരനുണ്ടായിരിക്കണം. ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായി ചേർന്നിട്ട് ബസ് കളി നിങ്ങൾ നടത്തുക. അടുത്ത് നോക്കിയേ, വണ്ടി നിർമ്മിക്കാം. നിറമുള്ള കടലാസ് മുറിച്ച് ഒട്ടിച്ച് വണ്ടികൾ ഉണ്ടാക്കാം. ഉണ്ടാക്കിയ വണ്ടിയുടെ പേരും എഴുതണേ. നിറമുള്ള കടലാസുകൾ മുറിച്ചൊട്ടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ പേരും ഇവിടെ എഴുതി ചേർക്കുക. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.